കൊടുത്തതിന് ശേഷം ഇങ്ങനെ ടൈം എടുത്ത് സ്ലോയിൽ നമ്മൾ ഓരോന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. നല്ല നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതാ ഞാൻ ഒരു സൈഡ് ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡും ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ 2 പീസും കറക്റ്റ് അളവിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ ബ്ലാക്ക് മെറ്റൽ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ചെവി ഉണ്ടല്ലോ, അതിൽ ചെറിയൊരു പോർഷൻ നമ്മൾ ഒഴിവാക്കി വിട്ടില്ലേ, ആ ഒരു പോർഷനിലൂടെ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് കോർത്തെടുക്കണം കേട്ടോ. അപ്പോൾ 2 സൈഡിലൂടെയും നമുക്ക് ഈ ഒരു ചെവി ഈ ഒരു ഹെയർ ബാൻഡ് കടത്തി വിടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ചെറിയൊരു സ്പേസ് ഒട്ടിക്കാതെ ഒഴിവാക്കി വിട്ടത്. ഇപ്പോൾ അതാ ഇതേപോലെ നമ്മൾ രണ്ടും ഹെയർ ബാൻഡിലേക്ക് കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് അവിടെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ഗ്ലൂ ഗൺ ഇതേപോലെ അപ്ലൈ ചെയ്യുക കേട്ടോ. വേറെ ഒരു ഗ്ലൂവും പെട്ടെന്ന് ഇതുപോലെ ഒട്ടിക്കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഹോട്ട് ഗ്ലൂ തന്നെ എടുക്കാൻ നോക്കുക. അതിനുശേഷം നമുക്ക് ഹെയർ ബാൻഡിലേക്ക് അതിൻ്റെ ചെറിയ വിടവുകളിലെല്ലാം നമുക്ക് ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഹെയർ ബാൻഡിലേക്ക് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഞാൻ കറക്റ്റായിട്ട് 2 സൈഡിലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ആ സെൻറ്ററിൽ വെച്ച് കൊടുക്കാനായിട്ട് ഒരു ചെറിയൊരു ബോ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പിങ്ക് കളറ് സാറ്റിൻ റിബൺ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം ആ റിബണിൻ്റെ 2 ഭാഗം ഉണ്ടല്ലോ, ആ 2 ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ മടക്കി ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനത്തെ 2 പീസാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഞാൻ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്ത് ഇതേപോലത്തെ 2 പീസാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സൂചി നൂലും വെച്ചിട്ട് ആ ഒരു റിബണിൻ്റെ നടുവിലൂടെ നമുക്ക് കോർത്തെടുക്കാം. ഇനി നമുക്ക് ആ 2 റിബണും കൂടി ചേർത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ നല്ല ടൈറ്റായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. പൊട്ടിപ്പോവാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് കെട്ടിട്ട് കൊടുക്കുക. പിന്നെ ബാക്കി വരുന്ന ആ ഒരു നൂലിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് ആ റിബണൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നല്ല ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് പേളിൻ്റെ ചെറിയൊരു മാലയാണ് കേട്ടോ. പിന്നെ നമുക്ക് ആ ഒരു ഹെയർ ബാൻഡിലേക്ക് ഉണ്ടാക്കിയെടുത്ത ആ ഒരു ബോയ് ഉണ്ടല്ലോ, നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു മാലയുണ്ടല്ലോ, മാലയുടെ ആ ഒരു ചെറിയൊരു പീസ് നമുക്കിത് ഹെയർ ബാൻഡും കൂടി അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ആ സെയിം കളർ റിബൺ വെച്ചിട്ട് തന്നെ ചുറ്റിയെടുത്തതിന് ശേഷം ഹെയർ ബാൻഡിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി നല്ലത് ഈ ഒരു മാല വെച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതും നമുക്ക് ഇതേപോലെ നല്ല ടൈറ്റായിട്ട് കെട്ടിട്ട് കൊടുക്കുക. അപ്പം പിന്നെ സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല ഫിനിഷിങ്ങോടെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം പെട്ടെന്ന് പൊട്ടിപ്പോകാത്ത രീതിയിലൊക്കെ നമ്മൾ കറക്റ്റ് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്യുക. ബാക്കി വരുന്ന ഭാഗം നമുക്ക് ഒരു ലാമ്പ് വെച്ച് ഒന്ന് ഉരുക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഹെയർ ബാൻഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ഹെയർ ബാൻഡ് തന്നെയായിരിക്കും, ഉറപ്പായിട്ടും എല്ലാവരും ചെയ്ത് നോക്കുക.